Hey guys, welcome back to my ചാനൽ. അപ്പം ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമ കണ്ടു. അടുത്ത ഡയറക്ടറിൻ്റെ പേര് വന്നിട്ട് അരുൺ മതേശ്വരൻ എന്നാണ്. ഇതിൽ എടുത്തു പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ പ്ലസ് സിനിമാറ്റോഗ്രഫിയാണ്. സിനിമാറ്റോഗ്രഫി ഈസ് ഡൺ ബൈ സിദ്ധാർത്ഥ നൂനി എന്നാണ് സിനിമാറ്റോഗ്രാഫറിൻ്റെ പേര്. കാരണം ഓരോ ഫ്രെയിം എടുത്ത് വച്ചേക്കണ കാണണം, ഒരു രക്ഷയില്ല, കിട്ടിയിലാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പടവും ഒരു രക്ഷയില്ല, മസ്റ്റ് വാച്ചിങ് തിയേറ്റേഴ്സ്. ഈ വർഷത്തെ തുടക്കം കൊണ്ടുപോയത് ക്യാപ്റ്റൻ മില്ലർ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ധനുഷിനെ എങ്ങനെയാണ് ഈ ഡയറക്ടർ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം ഈ സിനിമ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്കുമാണ് ധനുഷിനെ ഡയറക്ടർ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ശിവരാജ് കുമാറുണ്ട്. ശിവരാജ് കുമാറിനൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറുണ്ട്. കിട്ടില്ല, മാസ് മരണ സാധനം ഇങ്ങനെ ഒരു രക്ഷയില്ല. പിന്നെ പ്രിയങ്ക ഉണ്ട്. പ്രിയങ്കയും കുഴപ്പമില്ല, പ്രിയങ്കയ്ക്കും റോൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഓക്കെ ശരി, റോളുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ വേറൊരു ആക്ട്രസ് ഉണ്ട്, നിവേദിത എന്ന് പറയണം. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല, കിട്ടില്ല പെർഫോമൻസ്. കാരണം പുള്ളിക്കാരുടെ മുഖം ആ ഫ്രെയിമിൽ കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു. മീൻസ് ആ ഒരു ക്യൂട്ട്നെസ് അല്ല, ആ ഒരു ആക്ടിങ് വൈസിൽ ഭയങ്കര രസമായിരുന്നു. കാരണം അത്രയ്ക്ക് എഫേർട്ട് പുള്ളിക്കാരിൽ ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പിന്നെ സന്ദീപ് കൃഷ്ണയുണ്ട്. സന്ദീപ് കൃഷ്ണയ്ക്കും ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. പിന്നെ മ്യൂസിക് എടുത്ത് പറയണം, GV പ്രകാശ് കുമാർ എൻ്റെ പൊന്നാണ്, ഒരു രക്ഷയില്ല. അന്യായ BGM, അന്യായം, വേറെ ലെവൽ BGM, സൂപ്പർ സോങ്സും അടിപൊളി, ഒരു രക്ഷയില്ല. ഇങ്ങനെ വേറെ ഐറ്റമാണ് GV പ്രകാശ് കുമാർ, ഒരു രക്ഷയില്ല, അടിപൊളി. ഹാറ്റ്സ് ഓഫ്. സെറ്റ് മ്യൂസിക്കും സെറ്റ് BGM ആയിരുന്നു. ഓവറോൾ ആ പടത്തിനൊരു ഒരു ഫീല്. അവസാനത്തെ ഒരു 30 മിനിറ്റ് ഉണ്ടല്ലോ, എഡ്ജ് ഓഫ് ദി സീറ്റ് ആണ്, എഡ്ജ് ഓഫ് ദി സീറ്റ്. ഞാൻ പറയാം, ഞാൻ ലാസ്റ്റ് ഇങ്ങനെ പണ്ട് കണ്ടുപോയിട്ട് നമ്മുടെ ജിഗർദണ്ഡ XXL ആ ഒരു ഫീൽ ഹൗസിനെ കൊണ്ടുവരും, ഒരു രക്ഷയില്ല മോനെ. ഗുമ്മെന്നിരുന്നു. ഇത് പക്കയായിട്ട് ഞാൻ പറയും, പക്ക ഡോൾബി അറ്റ്മോസിൽ കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവലായിരിക്കും ഈ പടം. ഇതിൽ വേറൊരു സംഭവം ഉണ്ട്, നമ്മൾ ഇന്റർവൽ ഷോട്ട്, അത് വേറെ ലെവലായിരുന്നു. ഇന്റർവൽ ഷോട്ട് കിട്ടില്ല, ഇന്റർവൽ ഷോട്ടായിരുന്നു. അത് മാത്രമല്ല, പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയൊരു ഫയറും, പിന്നെ അതിൽ ഒരു ആർമിയുടെ ഒരു സീനുണ്ട്. എൻ്റെ മോനെ, ആ ഫയറെ കണ്ടപ്പോൾ ഞാൻ ഓപ്പൺ ഹേമറിനെ പോയി ചിന്തിച്ചു പോയി, എന്ത് മേക്കിംഗ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അന്യായ സാധനം മോനെ, അന്യായ സാധനം. അത് കിട്ടിലായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫയർ സീൻ, ആ ഫ്രെയിം മൊത്തം തീലിങ്ങനെ നിൽക്കുകയാണ്, നടുക്ക് ധനുഷും. എൻ്റെ മോനെ, ആ സീൻ സ്പോയിലറാണ്, ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു സീൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിട്ടില്ല, ഹോളിവുഡ് ലെവൽ നമുക്കത് ഫീൽ ചെയ്യും. ആ ഒരു സീൻ മതി, ഒരു രക്ഷയില്ല, കിട്ടില്ല, അന്യായ സാധനം. അത് പൊളി, വേറെ ഒന്നും പറയാനില്ല ഗൈസ്. അടിപൊളി പടം, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. എല്ലാ ഫ്രെയിമിങ്, ഇന്റർവെല്ലിൽ ആ ഫ്രെയിം, ധനുഷിനാണെങ്കിൽ ഒരു ഫ്രെയിം ഉണ്ട്. എൻ്റെ മോനെ, എനിക്ക് പെട്ടെന്ന് ആ ഡാർക്ക് നൈറ്റ് ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. കാരണം മേ ബി അതിനെ റെക്കോർഡ് എടുത്തായിരിക്കും, പക്ഷേ നമുക്ക് കോപ്പി ഇടാണെന്ന് തോന്നിയില്ല, വെറുപ്പിക്കില്ല, നമുക്ക് ഒരു രക്ഷയില്ല. ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കിട്ടില്ല സാധനം, എല്ലാം കൊണ്ട് അടിപൊളി സിനിമ, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ദയവ് ഇത് ഡോൾബി അറ്റ്മോസ് തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം സൗണ്ട് എഫക്ട്സും BGM ഒക്കെ ഗുമ്മെന്നിരിക്കും, വേറെ ലെവലിലാണ്. അപ്പം ഈ പടം പിടിച്ചത് ആമസോൺ പ്രൈമാണ്. മേ ബി അടുത്ത മാസമൊക്കെ മിക്കവാറും പ്രൈമിൽ വരുമായിരിക്കും. സോ അതിലൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, പോയി തിയേറ്റർ തന്നെ കണ്ടോ. വെർത്തിട്ടാണ്, പൈസയും വെർത്തിട്ടാണ്, ടൈമും വെർത്തിട്ടാണ്. ജസ്റ്റ് ട്രസ്റ്റ് മീ. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം അനന്ത് KC. എല്ലാം ആവട്ടെ, ബൈ.